കുറച്ച് എന്താ വിഷം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച് തരാന്ന് വരെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ജീവിതത്തെ മടുത്തിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, ദൈവനിശ്ചയത്താലെ ആയിരിക്കാം ഒരു 7-7.5 വർഷം കഴിഞ്ഞ സമയത്താണ് നമ്മളെ ഗ്രേറ്റ് ലീഡർ ഭവനി സാറും എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടായ സുധാകരേട്ടനും കൂടി ഞങ്ങളെ ഷോപ്പിലേക്ക് നമ്മളെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റും ആ ഇൻകം പ്ലാനും ഒക്കെ നമ്മൾ എപ്പോഴും എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്. ആ ഒരു പ്രൊഡക്റ്റും കൊണ്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്ന് ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റും കൊണ്ട് വന്ന് വണ്ടി ചരലിൽ നിന്ന് ഇറങ്ങി ഒരു വണ്ടി ആക്സിഡന്റ് പറ്റി മുട്ടിന് താഴോട്ട് ആക്സിഡന്റ് പറ്റി കടന്ന സമയത്ത് നിങ്ങൾക്കറിയാം 10-13.5 ലക്ഷം ഒരു ഭാഗത്ത് കടവും മറുഭാഗത്ത് ആള് കിടക്കുകയും കൂടി ചെയ്താലുണ്ടായ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയാറ്. ആ ഒരു സമയത്ത് എന്താ പറയാ, ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ നമ്മളെ മൈലേജ് സ്റ്റൈലിൽ ആ ഒരു ടീം അദ്ദേഹം ഉണ്ടാക്കാൻ തയ്യാറായ കാരണത്താലെ ഞാൻ പറയാം ദൈവം എന്തോ എന്താ പറയാ, ഞങ്ങള് അങ്ങനെയാണ് ഇന്ന് മൈ ലൈഫിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ 500 മുതൽ 15,000 വരെ ഞങ്ങളെ കുടുംബത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ കണ്ണു തുറന്നത്. നമുക്ക് പൈസ ഇല്ലാത്ത കാരണത്താൽ ഒരുപാട് വേദനകൾ ഞാൻ ഈ കുടുംബത്തിൽ വന്നവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറച്ച തീരുമാനം എടുത്ത് ഏതായാലും ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്, ഇതിൽ കൂടി എന്തെങ്കിലും നേടിയിട്ട് മാത്രമേ ഇനി ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാമിന് കുടുംബത്തിലൊരു പ്രോഗ്രാമിന് പോവുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കിയെല്ലാം മൈ ലൈഫിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് കല്യാണത്തിനും പാലുകുടിക്കും പോകുന്ന പരിപാടി ഇല്ല. പുതിയേട്ടൻ ഭവനി സാറിനോട് ചോദിച്ചു, ഞാൻ 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കട്ടെ സാറെ വെച്ച്. അപ്പൊ ചോദിച്ചു, അപ്പം ഭവനി സാർ പറഞ്ഞു അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല, വല്ലി സാറ് ചീത്ത അറിയോ, 50,000 വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മളെ സിസ്റ്റം അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റും സാറേ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി, എനിക്ക് എനിക്ക് പിന്നെ അത് ഒരു ബാധ്യതയാവാൻ പാടില്ല, ലീഡേഴ്സ് പറഞ്ഞിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊരു കോൺഫിഡൻസോട് കൂടി തന്നെ പ്രതിയാട്ടെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്ത്. പക്ഷെ ഇന്നിപ്പം ഭയങ്കര സങ്കടം, അന്ന് 1 ലക്ഷം എടുത്തതിന് ഒരു ഓർഡർ ഫോം പോലും കമ്പനി നമുക്ക് വെറുതെ തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ആ 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഇന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പോലും 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് എടുത്താല് ഒരു 7,500 രൂപേന്റെ ഫ്രീ പ്രൊഡക്റ്റും കമ്പനി തരുന്നുണ്ട്. കൂടാതെ 45,000 ലെഫ്റ്റും റൈറ്റും കയറുകയാണെങ്കിൽ ഒരു 4,050 രൂപ ഇങ്കായിട്ടും വരും. അതേപോലെ തന്നെ 1 ലക്ഷം നല്ലോണം റീറ്റെയിലായി വിട്ട ആളാ ഹസ്ബൻഡ്. 1 ലക്ഷത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ 40,000ത്തിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 1 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 55,000 സംതിങ് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കിട്ടുക. ഏത് ബിസിനസ്സിലാണ് ഞങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് എത്രയും നഷ്ടം ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ബിസിനസ് പോലും ഇങ്ങനെ നമ്മൾ ഇറക്കിയ പൈസക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 35,000ത്തിന്റെയോ 50,000ത്തിന്റെ സ്റ്റോക്ക് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ഞങ്ങൾ 1,000-നും 500-നും 2,000-ത്തിനും ഒക്കെ കൊടുത്ത ആളുകളൊന്നും ഞങ്ങളെ കൂടെ ഇല്ല. പക്ഷെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഒരു 35,000-ത്തിന്റെ 50,000-ത്തിന്റെ 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്ത ആളുകളൊക്കെ ഇന്നിപ്പോ നല്ല റാങ്കിൽ STC വരെ എത്തിയ ലീഡേഴ്സ് ആണ് നമ്മളെ കൂടെ ഉള്ളത്. അവരൊക്കെ നല്ലോണം സ്റ്റോക്ക് എടുത്ത് വന്ന. കാരണം ഈ ഒരു ഷോക്കേസിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഉള്ളിലൊരു എന്താ പറയുക, ഒരു കാളിച്ച ഉള്ളിൽ എന്താ, അയ്യോ ഇതും കൊണ്ട് ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നില്ല അന്നപ്പോ ഒരു ഓട്ടോമാറ്റിക്കലി ഇറങ്ങിക്കോളും. ഞാൻ ഇന്ന് വരെ എന്റെ ലീഡേഴ്സിന് ഒരു കാര്യത്തിന് പോലും എന്താ പറയാ ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പറയില്ല. എനിക്കറിയാം അവരുടെ സിറ്റുവേഷൻ. നമുക്കൊരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യന്മാരെയാണ് നമ്മൾ നട്ടു വളർത്തുന്നത്, പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ കേട്ടിട്ട് അവരോടൊന്നും മിണ്ടാൻ പാടില്ല, ഒന്നും മിണ്ടാതെ നമ്മൾ ഒരു കാര്യം മിണ്ടണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നല്ല ലെവലിലേക്ക് പോകാൻ പറ്റും. പേര് പരിചയപ്പെടുത്തി, ശ്രീജ പ്രദീപ്, ചേർന്നൂർ സ്വദേശിയാണ്. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നിപ്പം ഫുൾ ടൈം കരിയർ ആയിട്ട് ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. അപ്പൊ അതിന്റെ മുന്നേ ചെറിയൊരു എനിക്കൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടായിരുന്നു. ഒരു തുടക്ക സമയത്ത് എല്ലാരെയും പോലെ ബിസിനസ് കേട്ട സമയത്തേക്ക് ഓടി ചാടി കയറി വന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ ഒട്ടും ഇഷ്ടമില്ലാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരു 6-7 വർഷം മുന്നേ 7.5 വർഷത്തോളം ഞങ്ങളൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, നമുക്കറിയാം ഡയറക്ട് മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ലീഡേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്തായാലും പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ വീട് ഉണ്ടാക്കാൻ വെച്ച ഒരു 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞങ്ങള് ആ തുണിക്കട സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ ഈ ഒരു തുണിക്കടയിലേക്ക് ഇറക്കി. പക്ഷെ ഓരോരോ സീസൺ വരുന്ന ഒരു വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി.
അടുത്ത വർഷം അത് കുടുംബശ്രീന്നും ജനശ്രീന്നും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നിടത്തും ഒക്കെ 50,000 1 ലക്ഷം ഒക്കെ കടം വാങ്ങിയിട്ടാണ് നമ്മൾ ഓരോരോ സീസൺ വരുമ്പോൾ ഓണം വിഷും പെരുന്നാളൊക്കെ വരുമ്പോൾ പുതിയ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മളെ ഷോപ്പിലേക്ക് ആരും കടക്കൂല. അങ്ങനെ ഓരോരോ സീസണിലും അങ്ങനെ കടം കൂടി കൂടി 5 ലക്ഷം മുടക്കിയ ഞങ്ങള് 13.5 വർഷം 13.5 ലക്ഷം കടബാധ്യതയിലേക്ക് പോയത്. എന്നാലും ഞാൻ വിചാരിക്കും നാളുകളിൽ രക്ഷപ്പെടും, നാളുകളിൽ രക്ഷപ്പെടുന്ന കട അടയ്ക്കാൻ സമ്മതിക്കാതെ കുറെ കാലം പിടിച്ചു നിന്ന്. പക്ഷെ പിന്നെ ജീവിതം ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിലായി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഒരുപാട് മുന്നോട്ട് ഭയങ്കരമായിട്ട് സ്വപ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്, ചിന്തകൾ മുന്നോട്ട് തന്നെയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നില്ല, ഇന്ന് കഴിഞ്ഞ് ഇന്ന് അല്ല നാളുകളിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്താ പറയാ കുറച്ച് വിഷം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച് തരാന്ന് വരെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ജീവിതത്തെ മടുത്തിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, ദൈവനിശ്ചയത്താലെ ആയിരിക്കാം ഒരു 7-7.5 വർഷം കഴിഞ്ഞ സമയത്താണ് നമ്മളെ ഗ്രേറ്റ് ലീഡർ ഭവനി സാറും എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടായ സുധാകരനും കൂടി ഞങ്ങളെ ഷോപ്പിലേക്ക് നമ്മളെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റും ഇൻകം പ്ലാനും ഒക്കെ നമ്മൾ എപ്പോഴും എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്. ആ ഒരു പ്രൊഡക്റ്റും കൊണ്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നൊരു 5,000 രൂപേന്റെ പ്രൊഡക്റ്റും കൊണ്ട് വന്ന് ഞാനാണ് ഷോപ്പിലുള്ളത്. പുതിയേട്ടൻ കൽപ്പണിക്ക് പോവാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് താടിയും മുടിയൊക്കെ നീട്ടിയിട്ട് ഞാൻ ഒരു സൗകര്യം കൊടുക്കാത്തൊരു ജീവിതമായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങളത്. പക്ഷെ ആ ഒരു സമയത്ത് എന്നെ കണ്ട സമയത്ത് വാനി സാർ പറഞ്ഞു, ശ്രീചേച്ചി ഇങ്ങനെ കുറച്ച് വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ട് പേസ്റ്റും സോപ്പും ഒക്കെ അതുകൊണ്ട് ശ്രീചേച്ചി ഇതൊന്ന് വിറ്റ് സുധാരേട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് 2 കിഡ്നിയും പോയതാണ്. അപ്പൊ വൈഫിന്റെ കിഡ്നി എടുത്തിട്ട് വെച്ചപ്പോ സമയത്ത് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് വെച്ച് ഇതൊന്ന് കൊടുത്തിട്ട് ഇതിൽ റീറ്റെയിൽ നല്ല പ്രോഫിറ്റ് കിട്ടും, അത് കുറച്ച് പകുതി നിങ്ങൾക്ക് എടുക്കുക, ബാക്കി സുധാരേട്ടന് കൊടുത്താൽ മതി എന്ന ലെവലിൽ അവിടെ കൊണ്ടുവച്ച്. പക്ഷെ ഞാൻ ഭയങ്കര ദേഷ്യം എനിക്ക് തോന്നി. കാരണം ഒരുപാട് ഹൃദയേട്ടൻ ഏതൊരു മേഖലയിൽ എന്തിലേക്ക് എടുത്തു വെച്ചാലും കാലെടുത്ത് വെച്ചാൽ അത് പൊട്ടി പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്തിനും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളാണ്. അത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ജയിലിൽ പോയി കിടക്കാനാവില്ല എന്ന് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ പുതിയേട്ടൻ വന്നപ്പോ ആദ്യം തന്നെ നെഗറ്റീവ് പറഞ്ഞപ്പോ പുതിയേട്ടനോട് പറഞ്ഞു നിനക്ക് കയ്യെങ്കിൽ ലീവ് കൊടുത്തോ, നിന്നോടല്ലേ പറഞ്ഞത് പറഞ്ഞ് പുതിയേട്ടൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ 3-4 ദിവസം എന്നും സാറ് വരും, സുധാരേട്ടനും വരും, ശ്രീജ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഭവാനി സാറും വരും. പക്ഷെ എല്ലാ ദിവസവും സാറ് 10 മണിയാകുമ്പോ വന്ന് ഒരു 2 മണി വരെ എന്നെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇൻകം പ്ലാൻ ഇതാണ്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, പാന്റും ഷർട്ടും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരാളും ഇന്ന് വരെ വന്നിട്ടില്ല. ഞാനിട്ട് കേട്ടിട്ടില്ല ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരിക എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവമായിട്ട് ഇറങ്ങി വരണം എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4 ദിവസം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിന് ഭയങ്കര ഒരു ടെൻഷൻ. ഓൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കട്ട ഫ്രണ്ടാണ്, അവൻ പറഞ്ഞിട്ട് ഇതൊന്ന് വിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള ലെവലിൽ പുതിയേട്ടൻ 3 മണിക്ക് പണി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നീ ഇതൊന്നും ആർക്കും കൊടുത്തില്ലേന്ന് വെച്ച്. നമ്മൾ ആരെങ്കിലും ചോദിക്കണ്ടേ, ഞാൻ എന്നോട് ആരും ചോദിച്ചിട്ടില്ലാന്ന്. നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതല്ലേ. പക്ഷെ ആരും ഇങ്ങോട്ട് വന്ന് ചോദിക്കില്ല. എന്നോട് പറഞ്ഞു ഞാനത് കൊണ്ടുപോയി വിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് 3 മണിക്ക് പണിക്ക് പോയി വന്ന ആള് ഭക്ഷണം കഴിച്ച് വന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഒരു സൈക്കിള് പോലും ഇല്ല, ഒരു സഞ്ചിയിലിട്ട് ഒരു കവറിലിട്ടിട്ട് വീട് വീടാന്തരം നടന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഉച്ചയ്ക്ക് വന്ന ആള് പ്രൊഡക്റ്റും കൊണ്ട് പോയി. വൈകുന്നേരം വന്നപ്പോ നല്ല സന്തോഷത്തോടു കൂടിയാ വന്നത്. കാരണം വെച്ചാൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അയാളൊരു പേസ്റ്റ് അയാളെ കൈ പിടിപ്പിച്ചിട്ടേ പുതിയായിട്ട് പോരുള്ളൂ. അത്രയും കഴിവുണ്ട്. കാരണം ഒരാളോട് സംസാരിച്ചിട്ട് അയാളെ ആ ഒരു പ്രൊഡക്റ്റ് പിടിപ്പിക്കാനല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ തയ്യാറായി. വൈകുന്നേരം വന്നപ്പോ വൈകുന്നേരം അയക്കുന്ന ഒരു 6 മണിക്ക് അയക്കുന്നു. എനിക്ക് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു മുക്കാൽ പ്രൊഡക്റ്റും വിറ്റിട്ടാ വന്നേ. നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് അതിന്റെ മുകളിലുള്ള വിലയ്ക്ക് തന്നെ കൊടുത്ത് കവചപ്രാശും പേസ്റ്റും വെൽഹാർട്ടും ഒക്കെ കൊടുത്തു പോന്ന്. ചിലര് പറയും ഇങ്ങോട്ട് കയറണമെന്നൊക്കെ പറയുണ്ടായും പോലെ ഗേറ്റിനടുത്ത് തന്നെ സഞ്ചിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ വീടുകളിലൊക്കെ ബ്രോഷറും ഫോൺ നമ്പറും എഴുതി കൊടുത്ത്, ബ്രോഷറിൽ ഫോൺ നമ്പർ എഴുതി കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട് വെൽനാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവര് വിളിക്കാൻ തുടങ്ങി. ഉപയോഗിച്ചവര് വീണ്ടും വിളിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് വാനി സാറ് വിറ്റെന്ന് വന്നപ്പോ പ്രൊഡക്റ്റ് മുക്കാലും കാണുന്നില്ല. അപ്പൊ ശ്രീചേച്ചി നിങ്ങളിത് വിറ്റോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല വിറ്റത്, എന്റെ ഹസ്ബൻഡാണ്. സാറ് ഞെട്ടിപ്പോയി. കാരണം എന്നോട് പറഞ്ഞതെന്താ വെച്ചാല് പ്രദീപേട്ടന് ഇത് സാധിക്കൂലെന്നാ. പ്രദീപേട്ടന്റെ ആ ഒരു വേഷം ഭാവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭ്രാന്തൻ വേഷത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ പ്രൊഡക്റ്റും കൊണ്ട് പോകാനൊന്നും പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു, ഒരു മുൻവിധിയായിരുന്നു സാറിന്. അപ്പൊ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് തന്നെയാണ് ഇത് കൊണ്ടുവച്ച് വിറ്റത് എന്നാണ്.
അപ്പൊ എന്നോട് പറഞ്ഞു ആ അങ്ങനെയല്ലേന്ന് പറഞ്ഞ് സാറ് പിന്നെ എന്ത് ചെയ്ത് പിന്നെ വേഗം പ്ലേറ്റ് മാറ്റി രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സാറിന് തോന്നി ഇനി ശ്രീജേച്ചിനെ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റിയ ഒരാള് പ്രതിവേട്ടൻ തന്നെയാന്നുള്ള ലെവലില് സാറ് രാവിലെ വരുന്ന സാറ് പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റി. പ്രതിവേട്ടൻ പണി കഴിഞ്ഞ് വരാൻ കാത്തിരുന്ന് അപ്പൊ വന്ന സമയത്ത് പ്രതിവേട്ടൻ നല്ലോണം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പ്രതിവേട്ട ഈ ഒരു വേഷത്തില് നിങ്ങൾക്ക് ഒരു വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഞാനും പോരാ നിങ്ങളെ കൂടെ, ഇത്രയും കാലം നിങ്ങൾ അന്നപ്പോഴേക്കും ഒരു 2-2.5 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് വിൽക്കലും വാങ്ങലും എന്നും കൊണ്ടുപോകും. 5,000 രൂപേന്റെ പ്രൊഡക്റ്റ് ചിലപ്പോൾ അന്ന് തന്നെ വിറ്റ് 15,000 വരെ ഒരു ദിവസം വിറ്റ ദിവസങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം റീറ്റെയിൽ ചെയ്ത് റൂബി റാങ്ക് വരെ എത്തുന്നത് വരെ ഞങ്ങൾ വിൽക്കലും വാങ്ങലും. അതുപോലെ ടീമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല, ടീം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ല. റീറ്റെയിൽ പ്രോഫിറ്റ് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ ലോൺ അടയ്ക്കാനുള്ള കാര്യങ്ങളും. തുണിക്കടയിൽ ഒരു ടവല് പോലും പോകുന്ന ദിവസം ഉണ്ടായില്ല. എന്നാലും അത് ഇത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ അതിൽ മീനും അരിയും മീനൊക്കെ വാങ്ങാനുള്ള കാര്യങ്ങളാന്ന് വിചാരിച്ച് ഞങ്ങള് വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് വിറ്റ് കിട്ടിയ പൈസ ഒക്കെ തീർക്കും. അപ്പൊ സാറ് പറയും ഇതിങ്ങനെയല്ല ശ്രീജേച്ചി, കാരണം എന്താ വെച്ചാല് ഇത് റീറ്റെയിലും റീപർച്ചേസും തന്നെ ചെയ്യണം, ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാവൂ, മുതലും കൂടി എടുത്തുകൊണ്ട് നിങ്ങൾ കുട്ടടിക്കരുത് എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ ആ മുതല് മാറ്റി വെച്ചിട്ട് ലാഭം മാത്രം പിന്നെ ചെലവാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റൂബി റാങ്ക് വരെ എത്തി. അപ്പൊ സാറ് പറഞ്ഞപ്പോ സാറ് പ്ലാനൊക്കെ പറഞ്ഞെടുത്തു കൊതിയാണ്. അപ്പൊ ഇങ്ങനെയാണ്, ഇതിൽ കൂടി നിങ്ങൾ എന്നും റീറ്റെയിൽ ചെയ്ത് നടന്നാല് നിങ്ങൾക്ക് അങ്ങനെ 4 ദിവസം നിന്ന് പോയാൽ വരുമാനം ഉണ്ടാവില്ല, ഇതിൽ കൂടി ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും വരുമാനമാണ്. അതെങ്ങനെയാ സാറെന്ന് വെച്ച് ഇതുവരെ പ്രതിവട്ടെ ഒരു സോപ്പാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും കൊടുത്തവരൊക്കെ ശ്രീജേച്ചി എന്റെ ഐഡിയ എന്ന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു സുധാരട്ടെ, എന്നെ കണ്ടിട്ടാണ് ഈ ഒരു ബിസിനസ് അവസരം കൊണ്ടു തന്നത്. അപ്പോൾ അത് ശ്രീജേച്ചിന്റെ അണ്ടറിലേക്ക് ഐഡിന്റെ താഴേക്ക് അടിച്ചിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ അടിച്ചിട്ട് ആ ഹോൾസെയിൽ റേറ്റിൽ അവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഭയങ്കര സങ്കടം, അതുവരെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഹോൾസെയിൽ റേറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നടക്കൂല സാർ, എത്രയും പ്രോഫിറ്റ് കിട്ടി പിന്നെ എനിക്ക് എന്താ അതിൽ ലാഭം ഉണ്ടാവുക. അപ്പൊ കമ്പനി ആഴ്ച വരുമാനം തരും, അത് നിങ്ങൾക്ക് വേറെ കിട്ടുന്നതാണ്. അപ്പൊ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാണ്. എന്തിനും പോസിറ്റീവ് കാണുന്ന ആളായതുകൊണ്ട് തന്നെ എന്ത് കാര്യം ആരെന്ത് പറഞ്ഞാലും അതിന് നെഗറ്റീവ് ഒരു ചിന്താഗതിയല്ലേ, എന്തും പോസിറ്റീവ് ആയിട്ടാണ് കാണുക. ഞാനാണെങ്കിൽ നെഗറ്റീവിന്റെ മാറും അത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു നെഗറ്റീവ് അടിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചത് പോസിറ്റീവ് ആക്കാൻ ആൾക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെ എന്റെ നെഗറ്റീവ് ഒന്നും അവിടെ വില പോയില്ല. ഇപ്പൊ ഭവനി സാർ പറഞ്ഞ കാര്യം, ഈ ഒരു വേഷത്തില് വേറൊരു വീട്ടില് പോകാൻ പാടില്ല, കാരണം കാവ്യമുണ്ടും എന്തോ ഒരു വേഷമാണ്, മുടിയും ഇങ്ങനെയൊന്നും എല്ലാവരും നല്ല വൃത്തിയിൽ അറ്റ്ലീസ്റ്റ് ഒരു വൃത്തിയുള്ള ഡ്രസ്സെങ്കിലും ഇടണം എന്ന് പറഞ്ഞ് ഒരു പാന്റ് എടുക്കാൻ പറഞ്ഞു. അതാണ് വിറ്റ് പാന്റ് ഇല്ല സാറേ പറഞ്ഞു. കാരണം അതുവരെ പൊതുവേട്ടൻ പാന്റ് കൊടുത്തിട്ടില്ല, മൈ ലൈഫിൽ വന്നവരെയാണ് ആദ്യമായിട്ട് പാന്റ് എടുത്ത്. അപ്പൊ എനിക്ക് പാന്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ അതെന്താ അത് കഷ്ടാണല്ലോ സാറേ, പാന്റ് ഇല്ലേ എന്ത് പറ്റിയെന്ന് ഞാൻ ഇതുവരെ പാന്റ് എടുത്തില്ല, മുണ്ട് ഷർട്ട് എന്നാ ഒരു വെള്ളം മുണ്ടും നല്ലൊരു ഷർട്ട് ഇട്ട് പോരണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു വേഷത്തിൽ പോയി. വീടുകളിലൊക്കെ വീടാന്തരം കയറി ഇറങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്കൊരു കോണ്ടസ്റ്റ് വെച്ചെന്ന് ഉദയനോട് പറഞ്ഞ് ഒരാഴ്ച ഒരു 10,000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടീം കൂടി വന്നാലും മതി, ഒരു ബിഗ് ബസാർ കൂപ്പൺ ഞങ്ങൾ തരാമെന്നാണ്. സാറിന്റെ ഓഫർ പ്രകാരം ആ ഒരു അച്ചീവ്മെന്റ് എന്ത് ടാർഗറ്റ് വെച്ചാലും കോണ്ടസ്റ്റ് വെച്ചാലും അത് എത്തിപ്പിടിക്കാന്നുള്ളത് ഭയങ്കര ഒരു ആവേശമായിരുന്നു പ്രതികരണം. അത് എങ്ങനെയെങ്കിലും റീറ്റെയിൽ ചെയ്തിട്ടെങ്കിലും ആ ഒരു കാര്യം ചെയ്യാൻ നല്ലൊരു ആവേശം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് ഞങ്ങളൊരു ബിഗ് ബസാർ കൂപ്പൺ 1,000 രൂപേന്റെ കിട്ടിയ സമയത്ത് ഫസ്റ്റ് ഞാനും ഹസ്ബൻഡും പോയി വാങ്ങിയത് ഒരു പാന്റും ഷർട്ടും. അത് അടിച്ചിട്ട് പിറ്റേന്ന് പാന്റ് ഇട്ട് വരുന്ന സമയത്ത് ഭയങ്കര കളിയാക്കലുകൾ. നമുക്കറിയാലോ നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് ഒരു പാന്റ് എടുക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും അറിയുന്നു. പക്ഷെ വൈകുന്നേരം വന്നപ്പോ ഈ ഭവനിസാറിന്റെ കൂടെ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്ന ആള് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി ഇരുന്ന് പിന്നെ പാന്റും ഷർട്ടും ഇട്ടിട്ടാ. അപ്പൊ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഇതെല്ലാം കാണാൻ ആൾക്കാരിങ്ങനെ കളിയാക്കി ചിരിക്കുന്നു, പോകുന്ന കോലം നോക്കുന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. വൈകുന്നേരം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പാന്റ് ഉടുത്തു പോകരുത്. അപ്പൊ ഷാ എന്താന്ന് വെച്ച് എല്ലാരും കളിയാക്കി ചിരിക്കുന്നുണ്ട്, നിങ്ങൾ സാറിന്റെ വണ്ടിമ കയറി പോകുന്നു, മുണ്ട് തന്നെ ഉടുത്താൽ മതി നമുക്ക് പറഞ്ഞപ്പോ നാട്ടുകാരെ വായടയ്ക്കാൻ നമുക്കാവൂല, പക്ഷെ ഞാൻ സാറ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, എന്റെ വാക്ക് ഞാൻ വിശ്വസിക്കൂല കേൾക്കൂല എന്നുള്ള ലെവലിൽ തന്നെ എന്നെ തട്ടി സംസാരിച്ച് പിന്നെ ബാർബർ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ആ മുടിയും താടിയും ഒക്കെ ക്ലിയർ ആക്കി, എവിടെയൊക്കെ ചെവിന്റെ അടുത്തൊക്കെ രോമുള്ള അതൊക്കെ ക്ലിയർ ആക്കി വെട്ടി നല്ലൊരു എന്താ പറയാ ഒരു ശില്പമാക്കാൻ. ഇപ്പൊ ശില്പി ഉണ്ടാവുന്നത് കൊത്തുപണികളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് നല്ലൊരു സുന്ദര രൂപമായിട്ടാണ് കൊണ്ടുവന്നത്. ഇത്രയും സുന്ദരനാണെന്നുള്ള അന്നപ്പോ മനസ്സിലായത്. കാരണം വെച്ചാൽ അത്രയും ആ ഒരു വേഷവിധാനത്തു നിന്നൊക്കെ നമ്മള് സ്വയം മാറാൻ തയ്യാറായി. നമ്മള് സ്വയം മാറിയിട്ടില്ലെങ്കിൽ
മാറ്റം നമ്മളെ മാറ്റിക്കളയുന്ന സുബി സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറാൻ തയ്യാറായി. നല്ലൊരു ഇതായി. അപ്പൊ ഏട്ടന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അനിയന്മാർക്ക് ഏതൊരു കല്യാണത്തിന്, ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ പൊതുവേട്ടൻ മുന്നിലേക്ക് വരത്തില്ല. ഒക്കെ അടുക്കള ഭാഗത്താണ്, വയ്യില് വെപ്പുകാര ഭാഗത്ത്. ആ ഒരു ലെവലിലായിരുന്നു ജീവിതം. പക്ഷെ ഏട്ടനെ കണ്ട സമയത്ത് എല്ലാവർക്കും നല്ലൊരു സന്തോഷാവോ, കുട്ടിയേട്ടനെ വിളിക്കാം, കുട്ടിയേട്ടൻ നല്ലൊരു വേഷത്തിൽ കാണാനായല്ലോ എന്നുള്ള എല്ലാവരും ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായി. പിന്നെ അത് ഇൻസൈഡ് ആയി മാറാൻ തുടങ്ങി. ഇൻസൈഡ് ആക്കിയപ്പം അതിലും ഏറെ കളിയാക്കലുകൾ. പക്ഷെ അതൊക്കെ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി തള്ളിക്കളഞ്ഞ് ഭവാനി സാറിന്റെ വാക്കുകൾ മാത്രം കേട്ട്, ഉമ്മർ സാർ എപ്പോഴും പറയും നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ എന്താ മൈ ലൈഫിനെ പ്രണയിച്ചു പോവുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ പൊതുവേട്ടൻ അതിന് പോലെ മൈ ലൈഫിനെ പ്രണയിച്ചുകൊണ്ട് തന്നെ ഭവാനി സാറിന്റെ കൂടെ പോയി നല്ലൊരു ചെറിയൊരു ടീം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ 6 മണിക്ക് ശേഷം ഷോപ്പിൽ വരുന്ന ആളെ ഞാൻ കണ്ട് എന്താ പറയാ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ 12 മണിക്കാ വീട്ടിൽ കയറുക. എനിക്ക് ഭയങ്കര ദേഷ്യം വെച്ചാൽ അപ്പൊ അതിലിരട്ടി ദേഷ്യമായി. കാരണം എവിടെയോ പോയി ഒരാളെ കണ്ടാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പോരാനുള്ളൊരു ഒരു വിചാരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാള് എവിടെയോ പോയി കഥ പറഞ്ഞിരിക്കും. എന്നിട്ട് നേരം വൈകി നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഇത് കഴിയുന്നില്ല എന്നുള്ള ലെവലിൽ ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി പോയ ആളെ പുറത്ത് നിർത്തി വാതിലടച്ചിട്ടിട്ട് അരമണിക്കൂർ വരെ പുറത്തൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ അവിടെ കുറച്ചു നേരം ഇരിക്കുകയൊക്കെ പറഞ്ഞിട്ട് അത്രയും ദേഷ്യം എനിക്ക് ബിസിനസ് ചെയ്യാൻ പോകുന്നതിന് തന്നെ. പക്ഷെ അവിടുന്ന് പുറത്തു നിന്നൊക്കെ കുളിച്ചു വരുന്ന ദിവസങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു ഞാൻ വാതിലടച്ചിട്ടുകൊണ്ട് തന്നെ. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് എനിക്കുള്ളൊരു വിഷമം കൊണ്ടല്ലേ ഇത്രയും കടബാധ്യത എന്റെ കൂടെ വന്നിട്ടല്ലേ ഇങ്ങനെയെന്നുള്ളൊക്കെ ഒരു ചിന്താഗതി ആൾക്കുണ്ടായിരുന്നു. അത് പക്ഷെ അതൊക്കെ ക്ഷമിച്ചിരുന്ന് എന്നെങ്കിലും ഒരു ദിവസം അവള് മനസ്സിലാക്കുന്നെന്തോ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സാറും ഇങ്ങനെ ഷോപ്പിൽ വന്ന് പറയും നല്ലൊരു അവസരത്തിലാട്ടോ പ്രതിവട്ടം ചെയ്യുന്നുണ്ട് ശ്രീജേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ അതൊന്നും കേട്ടില്ല. പക്ഷെ നമ്മളെ പ്രതികരണം ആദ്യമായിട്ട് കൊടുത്ത ഒരു കവചപ്രാവശ്യം കൊടുത്തൊരു സുനിൽ സാർ ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളെ വണ്ടിയിലെ ഡ്രൈവറാണ്. പ്രതികരണയുടെ അടുത്തൊരു ഫ്രണ്ടാണ്. ആ ഒരു സുനിൽ സാറിനെ കണ്ട സമയത്ത് പുതിയേട്ടൻ കവചപ്രാവശ്യം കൊടുത്ത് ബിസിനസ് പറയാൻ പോയപ്പോ ഒരു 35 പ്രാവശ്യമെങ്കിലും നമ്മളെ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയേട്ടൻ. പക്ഷെ ആ ഒരു സമയത്തൊക്കെ അവര് വീട്ടിൽ ഉണ്ടായിട്ട് പോലും ചെരുപ്പും വണ്ടിയൊക്കെ വീട്ടിലുണ്ടാവും. മക്കള് പറയും പപ്പ അവിടെ അല്ല പുറത്തു പോയതാണ്. അപ്പൊ എന്നോട് വന്ന് പറയാണ് പുതിയേട്ടൻ സുനി അവിടെ ഉണ്ട് കേട്ടോ വീട്ടില്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് ഓനെ ഇങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോ ഓൻ വേഗം കള്ളം പറഞ്ഞ് മക്കളെ കൊണ്ട് പറയിപ്പിച്ച് രാത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ എത്രയും തവണ അങ്ങനെ ഒരു വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ രസിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സുനി ഇറങ്ങിയാൽ പൊളിക്കും, സുനി ഇറങ്ങിയാൽ പൊളിക്കും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ബിസിനസ് കൊണ്ടുതരുന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നുണ്ട്. ഭവാനി സാറിനെ കൊണ്ട് വിളിപ്പിച്ച് സുനിൽ സാറിന്റെ എന്താ പറയാ സുനിൽ സാറിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഒരു ബിസിനസ് അവർക്ക് മനസ്സിലാവാത്തതെന്ന് തോന്നിയ സമയത്ത് നമ്മളെ ഗ്രേറ്റ് ലീഡറിനെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ സുനിയേട്ടന് നല്ല മനസ്സിലായി. അങ്ങനെ സുനിയേട്ടൻ ഇന്നിപ്പം എന്റെ ഓർഗനൈസേഷൻ 1 ആദ്യമായിട്ട് അടിച്ചൊരു ഐഡിയ ആണ് സുനിൽ സാറിന്റെ. ആ ഒരു കവചപ്രാവശ്യത്തിന്റെ മുകളിലാണ് ഇന്നിപ്പോ എന്റെ ഓർഗനൈസേഷൻ 1 2,28,00,000 ബിസിനസ് വോളിയം സുനിൽ സാറിന്റെ ടീമിൽ കൂടി വന്നെന്നുള്ളതാണ് സത്യം. നമ്മളൊരു പേസ്റ്റ് കൊടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു സോപ്പ് കൊടുക്കുന്ന ആളായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത്. ഇന്നിപ്പോ ആ ആള് എന്റെ STC ലീഡറാ. ഏകദേശം 5ഓളം STC ലീഡർ ഓർഗനൈസേഷൻ 1 അതേപോലെ തന്നെ ഓർഗനൈസേഷൻ 2 നമ്മളെ കൊണ്ടുവരുന്ന ആള് പറയും ഒരു ഭാഗം ഞാൻ നോക്കിക്കോളാം, മറുഭാഗത്തേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറയും ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളെ ഓർഗനൈസേഷൻ 1ഉം 2ഉം നമ്മളെ മക്കൾ തന്നെയാണ്. നമ്മളെ 2 മക്കളുണ്ടെങ്കിൽ ഒരേ കണ്ണോടുകൂടി അവിടെ കാണല്ലേ. വാലി സാർ എപ്പോഴും ഏത് സമയത്തും നാഴികയ്ക്ക് 48 തവണയും പറയാറുണ്ട് ഇളയ കുട്ടിയെ ഉക്കത്തെടുക്കുമ്പോൾ മൂത്ത കുട്ടിയെ കൈ പിടിക്കാൻ മറക്കരുത് എന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ 1 ഒരുപാട് പവറൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നല്ലൊരു ആള് 2ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങിയ 1 വീക്കാവാൻ ഒരു നിമിഷം മതി എന്നുള്ള നിങ്ങൾ ഈ ഒരു ബിസിനസിന്റെ പ്ലാനിൽ കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ഒരേപോലെ നോക്കിക്കൊണ്ടുപോകുന്നവർക്ക് ഏതൊരു സാഹചര്യം വന്നാലും ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ തന്നെ ഓർഗനൈസേഷൻ 2ലും ചുരു ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആള് ഏട്ടന്റെ ഫ്രണ്ട് അമ്മന്റെ അമ്മാവന്റെ മകനാണ്. വൈഫിന് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റിലും കഴകളിലും ക്യാൻസർ വന്നിട്ട് നമ്മള് 95 കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ഭേദമായ സമയത്ത് എനിക്ക് തോന്നുന്നു 9 കീമോ എങ്ങാനും കഴിഞ്ഞിട്ട് ആ ഒരു ലെവൽ എന്താ പറയാ ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ആള്. പക്ഷെ നമ്മളെ 95 ഒരു അസുഖം മാറും എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തത്, കൗണ്ട് കൂടും ക്ഷീണം കുറയുമെന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു സിപ്പപ്പ് 15 ദിവസം കൊണ്ട് 30 എണ്ണം കഴിച്ച സമയത്ത് ആള് മെല്ലെ വടി കുത്തി അകത്തോടി നടക്കാൻ തുടങ്ങിയ സമയത്ത് ശിവേട്ടൻ വിളിച്ച് വീണ്ടും പ്രതിഭ ഒന്നും കൂടി കൊണ്ടുവരി, കാരണം അവൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ട്.
പിന്നെ രണ്ടാമത്തെ ബോട്ടിലും കൊണ്ടു കൊടുത്ത് 60 സിപ്പപ്പ് ഒരു മാസം കൊണ്ട് കഴിച്ച സമയത്ത് അവര് അത്യാവശ്യം മെല്ലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷെ RCC പോയ സമയത്ത് കീമോ ചെയ്യാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോ 6 മാസം തുടർച്ചയായിട്ട് നമ്മളെ ഈ ഒരു 95 കഴിച്ച് ഇന്നിപ്പം ചന്തി ഇറങ്ങി മുടി വന്ന് ആ ഒരു ആളെ കണ്ടാൽ അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലുപരി ദൈവം ആയുസ്സും ആരോഗ്യം ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ 95 കൊണ്ട് ക്യാൻസർ മാറും എന്നുള്ളത് 101% ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതേപോലെ തന്നെ ഒരു ബ്ലഡ് ക്യാൻസറിനും ഫീലിംഗ് ലിക്വിഡ് രക്തം ഇങ്ങനെ മാറ്റുന്ന ആളായിരുന്നു. ഒരു മാസത്തിൽ 2-3 തവണ രക്തം മാറ്റുന്നുണ്ടായിരുന്നു. RCC അത്ര 30 ലക്ഷം ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ 95ഉം ഫീലിംഗ് ലിക്വിഡും കൊടുത്ത് ബ്ലഡിന്റെ ക്വാളിറ്റി വർദ്ധിക്കാനുള്ള പ്രൊഡക്റ്റാണ് നമുക്കറിയാം ഫീലിംഗ് ലിക്വിഡ്. അത് കൊടുത്ത സമയത്ത് ഇന്നിപ്പോ ആള് 32 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ആ രണ്ട് പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഇന്നിപ്പം ഒരു കമ്പനിയിൽ പണിക്ക് പോവാ. അവർ നമ്മളെ കൂടെ ഉണ്ട്, TC ആവാനായിട്ടുണ്ട്. അപ്പം അവരെ വീട്ടിൽ ചെന്നാൽ എപ്പോഴും പറയാറുണ്ട്, മക്കളോട് പറയൂ, സനിത്ത് എന്നാണ് ആളെ പേര്, മോനെ നിന്റെ അച്ഛനെ രക്ഷിച്ച ആളാത്തത് എന്ന് പറയും. പക്ഷെ പുതിയേട്ടൻ പറയും, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ദൈവം ഒരു നിമിത്തം മാത്രം ഉള്ളൂ ഞാൻ, പക്ഷെ അത് ദൈവം ആയുസ്സിട്ടുകൊണ്ടല്ലേ അവർക്ക് അത് കിട്ടിയ ജീവൻ. അപ്പൊ അങ്ങനെ നമ്മളെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഈ ഒരു കമ്പനിയുണ്ട്. പക്ഷെ ഇതിലേക്ക് ഞാൻ പോസിറ്റീവ് ആവാൻ കാരണം ഈ ചെറിയൊരു ടീമായി 2 ഭാഗത്തും സുനിൽ സാറും ശിവശങ്കരൻ സാറും വന്ന് ടീമൊക്കെ ആയി തുടങ്ങിയ സമയത്ത് എന്റെ അതുവരെ 0 ബാലൻസ് ആയിരുന്ന എന്റെ കനറ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം 1500ഉം ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടായിരുന്നു ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു, വലിയ വലിയ സ്വപ്നങ്ങൾ, ചെറുതൊന്നുമല്ല. അപ്പൊ ഞാൻ ഈ സ്വപ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഭവാനി സാറിനോട് പറയും, ശ്രീജേച്ചി അതിനൊക്കെ അവസരം കിട്ടിയ ഒരു ബിസിനസ്സാണ് പുതിയവട്ടം ചെയ്യുന്നത്. നിങ്ങൾ സ്വപ്നങ്ങൾ കാണി, നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളും പരാതികളും മാത്രമായിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ഒരു മുറിയിലിട്ട് പൂട്ടി, പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് സ്വപ്നങ്ങൾ പുറത്തെടുക്കാൻ പറഞ്ഞു. ധോനി സാർ വന്ന് പറയും ഞങ്ങളെ ഷോപ്പിൽ. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ, എന്റെ സ്വപ്നങ്ങൾ ഫില്ല് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാഷ് വേണം. കാരണം അങ്ങനെ വലിയ 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 ബംഗ്ലാവ് വീടുകളൊക്കെ പറയേണ്ട അത്രയും വലിയ സ്വപ്നങ്ങൾ, ഓരോരോ വീട് കാണുമ്പോൾ ഇതുപോലൊരു വീട് ഉണ്ടായിരുന്നെങ്കിലൊക്കെ ചിന്തിച്ചു. വെറുതെ അതിനൊന്നും പൈസ വേണ്ടല്ലോ, ആ സ്വപ്നം കണ്ടിങ്ങനെ നടന്നിരുന്ന ഒരാളാ. പക്ഷെ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് എന്റെ ഒരു സ്വപ്നം, എന്റെ അക്കൗണ്ടിലേക്ക് ഇൻകം വരാൻ തുടങ്ങിയപ്പോ എന്റെ ഫസ്റ്റ് സ്വപ്നമായിരുന്നു ഒരു വണ്ടി. ഈ ഭയങ്കര ഭർത്താവിന്റെ കൂടെ വണ്ടീന്റെ പുറകിലൊക്കെ ഇരുന്ന് പോകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് എടുത്ത് സാറിന് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് പറഞ്ഞല്ലോ, അതുവരെ നെഗറ്റീവ് പറഞ്ഞിരുന്ന ഒരാൾ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞു. ഞങ്ങൾ 3 ആളും കൂടി പോയി, ഞാനും സാറും ഏട്ടനും കൂടി പോയി എടുത്ത്. ഞാൻ അന്നപ്പോഴേക്ക് ഈ ഒരു ഇൻകം വരാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ 4 വീലറും 2 വീലറും ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ. പക്ഷെ പ്രതികരണം അന്നൊന്നും എടുത്തില്ല, സൈക്കിൾ ബാലൻസ് ഉണ്ട്. മോനി സാർ പറഞ്ഞ്, പ്രതികട്ട ലൈസൻസ് ഒന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാറിന്, വണ്ടി ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് പോകും, ഇവിടെ ഇങ്ങനെ അമർത്തിയാൽ ബ്രേക്കാണ്, ഇത് അവിടെ നിൽക്കും, ഇത്രയും പണിയുള്ളൂ, വേറൊരു പണിയില്ലാന്ന്. അങ്ങനെ മോനി സാറ് കൂടെ ഇരുത്തി പ്രതികരണ ഒരാഴ്ച കൊണ്ട് വണ്ടിയൊക്കെ നല്ലോണം പഠിപ്പിച്ച് മോനി സാർക്ക് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് എന്തിനൊന്ന് വേണ്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞങ്ങളുടെ ടീമിലുള്ള എന്റെ ഫസ്റ്റ് STC ഒരു സിനിൽ സാർ, വലിയൊരു മനുഷ്യനാ, ഒരു 100 കിലോ ഒക്കെ ഉള്ള ഒരാളാണ്. അയാളെ ബാക്കിൽ ഇരുത്തിയിട്ട് പൊതിയാട്ടം പോയി ആ വണ്ടി ചരലിൽ നിന്ന് ഇറങ്ങി ഒരു വണ്ടി ആക്സിഡന്റ് പറ്റി, മുട്ടിന് താഴോട്ട് ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് നിങ്ങൾക്കറിയാം 10-13 ലക്ഷം ഒരു ഭാഗത്ത് കടവും മറുഭാഗത്ത് ആള് കിടക്കുകയും കൂടി ചെയ്താലുണ്ടായ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയാറ്. ആ ഒരു സമയത്ത് എന്താ പറയാ, ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ നമ്മളെ മൈലേജ് സ്റ്റൈലിൽ ആ ഒരു ടീം അദ്ദേഹം ഉണ്ടാക്കാൻ തയ്യാറായ കാരണത്താലെ ഞാൻ പറയാം, ദൈവം എന്തോ എന്താ പറയാ, ഞങ്ങള് അങ്ങനെയാണ് ഇന്ന് മൈ ലൈഫിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ 500 മുതൽ 15,000 വരെ ഞങ്ങളെ കുടുംബത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണു തുറന്നത്. എന്തൊക്കെയോ ഇതിൽ കൂടി കിട്ടാണ്ട് ഞങ്ങൾ ഒരു പണിയെടുക്കാതെ പാസീവ് ഇൻകം എന്ന് കേൾക്കാറേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു പണിയെടുക്കാണ്ട് ഹസ്ബൻഡിനെ ശുശ്രൂഷിച്ചിരിക്കുന്ന സമയത്ത് പോലും ഹസ്ബൻഡ് പോകുന്നില്ല, ആളും പോകുന്നില്ല, പിന്നെ ഇങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. മാണി സാർ ഓടി വന്ന് പ്രതികരണ അടുത്ത്, അയ്യോ എന്റെ പ്രതികട്ട പറ്റിച്ചല്ലോ, സാറിന് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്തും ഫോളോ അപ്പ് ചെയ്തും കൊണ്ടുവന്ന ഒരൊറ്റ ആളാണ് പ്രതികരണ. അയാൾ വീണ് പറ്റിയും കൂടി ചെയ്താൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ എന്തായാലും ഇറങ്ങൂലെന്ന് മാണി സാർക്കും അറിയാം. പക്ഷെ അത് പ്രതികട്ട വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ അതൊക്കെ നല്ലതിനാ സാറേന്ന് വെച്ച്. പ്രതികട്ട എന്ത് വർത്താനാ പറയുന്നത്, ആക്സിഡന്റ് പറ്റുന്നത് നല്ലതിനാണോ, എനിക്ക് നല്ല ടെൻഷൻ കിട്ടോ, ഇനി ഞാൻ ആരെ കൂടിയാ പോവാന്നുള്ള ലെവലിലൊക്കെ സംസാരിച്ചപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുന്നുണ്ട്.
ഹൃദയം അറിയാൻ പോലും ഞാൻ ഇറങ്ങും, ഇങ്ങനെ പറ്റിയാലും ഇക്ക എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കൂല എന്നുള്ളൊരു ഒരു ചിന്താഗതിയാണ് ആളെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നിസാർ പറഞ്ഞു, ഇത്രേ പറഞ്ഞുള്ളൂ, പ്രതിവേട്ടം നല്ലൊരു ടീം ചേളന്നൂരും നല്ലൊരു ലേഡീസിന്റെ വിങ്സ് തന്നെ ഈ കൊടുവള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മാലതി മാഡത്തിന്, ശോഭന മാഡത്തിന്, അതുപോലെ ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ട് എന്റെ ടീമിനെ ഭവാനിസാറിന്റെ കൂടെ പോയി കാണുന്നത് ATC എന്ന് പറഞ്ഞ റാങ്കിലാണ്. അതുവരെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവർക്ക് എല്ലാ വ്യാഴാഴ്ചയും കുടുംബശ്രീ ഉണ്ടായിരുന്നു. ആ കുടുംബശ്രീ കൂടിയാണ് അവിടെ ഒരു ടീം ഉണ്ടായി വന്നത്. ആ കുടുംബശ്രീ കഴിഞ്ഞ് അവിടെ അവർ കൂടിയിരിക്കും. മൈ സ്റ്റൈൽ ഭവാനി സാറും പൊതിയാണെന്നും അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരെ ഇറക്കി കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു സമയത്ത്, ഞാൻ പോയ സമയത്ത് എന്നെ ഭവാനി സാർ തള്ളുക മുന്നോട്ട്, പറയ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പൊ അത്ര പോലും മുട്ട് പറിച്ചിട്ടില്ല. പെണ്ണുങ്ങളെ മുന്നിൽ പോലും എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാലതി മേഡം ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. മാഡം പറഞ്ഞെന്താ വെച്ചാല്, അത് കഴിഞ്ഞേരം വീട്ടിൽ പോയി പറഞ്ഞ പോലെ അവിടെ ചെറിയൊരു പെണ്ണ് വന്നിട്ടുണ്ട്, അതാ പോലെ ഈ ഒരു ബിസിനസ്സിലെ ലീഡർ, അവൾക്ക് സാധിക്കെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാന്നുള്ള ഒരു ചിന്താഗതി അവരെ മനസ്സിൽ വന്നപ്പോൾ പോലും അവർ ആ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോ RTC ടച്ചിങ് ആണ്, എന്റെ അതേ റാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാലതി മേഡം. നല്ല ഒരുപാട് ലീഡേഴ്സ്, 2-3 STCകൾ, അസ്മാവി മേഡത്തെ പോലെ, സമീറ മേഡത്തെ പോലെ ലേഡീസിന്റെ ഒരു നീണ്ട നിര എന്നെ കൊടുവള്ളി ഉണ്ട്. അങ്ങനെ നല്ലൊരു ടീമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1,30,000 വരെ ഈ ഒരു ബിസിനസ് കൂടി എനിക്ക് ഒരൊറ്റ ആഴ്ച എനിക്ക് നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഭവാനി സാർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ എന്തായാലും വേണ്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. കാരണം എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. അതുവരെ ഞങ്ങളെ ഷോപ്പിൽ 8 മാസത്തെ പൈസയും വാടകയും കറണ്ട് ബില്ലും ഒക്കെ അടിച്ചത് മൈലേജ് സ്റ്റൈലിൽ കൂടി കിട്ടിയ പൈസ ഉണ്ടാവും, വേറെ ഒന്നുമില്ലല്ലോ. പക്ഷെ അത് ഭവാനി സാർ ആക്സിഡന്റ് പറ്റി, ഏട്ടൻ ഞങ്ങളെ വീട്ടിലല്ല നിന്നുണ്ടായിരുന്ന, അനിയന്റെ വീട്ടിലാണ്. കാരണം ഞങ്ങൾക്ക് വീടൊക്കെ ചെറിയ വീടാണ്, അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല, നിലമൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഓടൊക്കെ പൊട്ടി വീഴാറായ ആ ഒരു അത്രയും ബോട്ടം ലെവലിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വീട്ടിലേക്ക് ഞാൻ ഒരാളെയും ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല. കാരണം ചെറിയ വീടാണ്. എല്ലാ വീടുകളും പോയി നോക്കുമ്പോൾ വലിയ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളിയാക്കുന്ന ലെവലിലായി പോകും. നമ്മളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പതേട്ടൻ പറയും അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യമാണ്, ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ മനസ്സ് അതിന് അനുവദിച്ചില്ല. ഈ നിമിഷം വരെ ഞാൻ ആ വീട്ടിൽ, ഞാൻ അന്ന് കൂടിയ വീട്ടിൽ, ഞങ്ങളെ പഴയ വീട്ടിലേക്ക് ആരും വിളിച്ചിട്ടില്ല. പക്ഷെ വരുന്നവര് ഞങ്ങളെ സമ്മതമില്ലാതെ വന്ന് പോയ കുറെ ആണുങ്ങളായ ലീഡേഴ്സ് ഒക്കെ ഉണ്ട് വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടെന്നല്ലാതെ ഞാൻ ആ വീട്ടിൽ ഒന്നും വിളിച്ചില്ല. ഏതെങ്കിലും കാലത്ത് ഒരു വീട് ഉണ്ടാവുമ്പോൾ അവിടേക്ക് വിളിക്കാന്നുള്ളൊരു മാത്രം. സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പുറത്ത് ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ ആയിട്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ടീമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സാറ് പറഞ്ഞ എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ പൈസ വേണ്ടേ സാറേ വെച്ച്. കാരണം ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അമ്പത് കൊടുത്തിട്ട് പോകണം, 100 കൊടുത്തിട്ട് പോകണം, 250-ഉം 2,500-ഉം RTPക്ക് രണ്ടാൾക്ക് പോകണം. 5,000 രൂപയാണ്. ഹസ്ബൻഡും പോരും ഞാനും പോരും. ആ വയനാട്ടിലൊക്കെ RTPക്കൊക്കെ ഇഷ്ടംപോലെ RTP പോയി. പക്ഷെ അന്നൊക്കെ പൈസ കയ്യില്ലാത്ത സമയത്ത് സാറ് പറയും, നിങ്ങൾ കോടികളും ലക്ഷങ്ങളും ഒന്നും മുടക്കിയിട്ടല്ല ഈ ഒരു ബിസിനസ് ചെയ്ത്, നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിന് കൊടുക്കുന്ന പൈസയാണ് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ്. അത് ചേച്ചി എഴുതി വെച്ചോ, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരുത്തി ഞാൻ കാണിച്ചു തരാന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു സാറിന്റെ. എപ്പോഴും പറയായിരുന്നു. പക്ഷെ എന്നാലും സാറേ എവിടുന്നാ കിട്ടുക, എവിടുന്നെങ്കിലും കടം വാങ്ങിക്കോളി, തേങ്ങയും അടക്കിയും എല്ലാം വിറ്റിട്ടൊക്കെ ഞങ്ങൾ എത്രയോ തവണ ഞങ്ങൾ പോയിട്ടുണ്ട്, ഇവിടുന്ന് ഒക്കെ വാങ്ങിയിട്ടൊക്കെ. പക്ഷെ അന്നൊക്കെ ഉള്ളില് ചെറിയൊരു എവിടെയോ ഒരു പ്രതീക്ഷ, ഒരു തിരിനാളം എവിടെയോ ഇങ്ങനെ കത്തും പോലെ തോന്നി. ഇതിൽ കൂടി എന്തൊക്കെയോ നേടാൻ പറ്റുന്നുണ്ട്, നമ്മളത് ഒന്ന് ആത്മാർത്ഥമായി പണിയെടുത്താൽ നേടാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനും ഹസ്ബൻഡും കൂടി ഇറങ്ങിയ സമയത്താണ് എന്റെ ടീം ഫാസ്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങി. കാരണം ഹസ്ബൻഡിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കഴിവുമില്ല, ഐഡി അടിക്കാനോ അല്ലെങ്കിൽ മെയിൽ അയക്കാനോ അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അതൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ പ്രതികരണം ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ സാർ പറയുമ്പോലെ ഏതാളെയും ഭ്രാന്തായിക്കളെ പോലെ ഓടി കടിക്കണം എന്നാ പറയാ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്. കാരണം ഏതൊരാളെ കണ്ടാലും അപ്പേനോടും കാടിനോടും പറയും പോലെ ഒരാളൊരു മരിച്ച വീട്ടിൽ പോയി ശവം കണ്ട് തിരിഞ്ഞാൽ പോലും ബിസിനസ് പറയുന്ന സിറ്റുവേഷനിലേക്ക് പൊതിയാട്ടം മാറി. എല്ലാവരോടും പറയും, ഞാൻ പറയാം അതൊക്കെ മോശമാണ്, അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ എന്നോട് പറയും കിട്ടിയാൽ ഒരു ആന, പോയാ പോയി. കാരണം വെച്ചാൽ ഞാൻ അവർക്ക് ഒരു അവസരം കൊടുക്കുക, അല്ലാണ്ട് എനിക്ക് അവരെ ഞാൻ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരില്ല എന്നുള്ള ഭാവത്തിൽ എല്ലാവരോടും ബിസിനസ് പറയാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മളെ ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങി. നല്ലൊരു ടീമായി ഇന്നിപ്പോ ഞാൻ എല്ലാ ട്രെയിനിങ്ങും എവിടെയാണോ പ്രോഗ്രാം, അതുവരെ ഞാൻ പറയാം എല്ലാ കുടുംബത്തിൽ എന്തോ പരിപാടിക്ക് പോയാൽ പോലും പ്രതികരണമാണ് ഏറ്റവും ബോട്ടം ലെവലിൽ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ഒരാൾ പ്രതികരണം.
അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ഇല്ലാത്ത കാരണത്താൽ ഒരുപാട് വേദനകൾ ഞാൻ ഈ കുടുംബത്തിൽ വന്നവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറച്ച തീരുമാനം എടുത്ത് ഏതായാലും ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്, ഇതിൽ കൂടി എന്തെങ്കിലും നേടിയിട്ട് മാത്രമേ ഇനി ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാമിന്, കുടുംബത്തിലൊരു പ്രോഗ്രാമിന് പോകുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കിയെല്ലാം മൈ ലൈഫിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് കല്യാണത്തിനും പാലുകുടിക്കും പോകുന്ന പരിപാടി ഇല്ല എന്നാണ്. പവനി സാർ എപ്പോഴും പറയും, നിങ്ങൾ 5 കൊല്ലം ഗൾഫിലാണ്, ഗൾഫിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ കുടുംബത്തിലെ പരിപാടിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതില്ല, അത് സത്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കല്യാണം, പാലുകൂടി, നിശ്ചയത്തിനൊക്കെ. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി മൈ ലൈഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് മാത്രം കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4, 5, 6 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും നമുക്ക്, അല്ലെ കല്യാണത്തിനോ പാലുകുടിക്കും ഒക്കെ നമുക്ക് ഇതിൽ കൂടി പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്തതിന്റെ ഫലമായിട്ട് എല്ലാ ട്രെയിനിങ്ങും, ഞാൻ പറയുന്ന എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാം. തുടക്ക സമയത്ത് ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റാണ് സുധാകരേട്ടൻ കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഞങ്ങൾ അത് നല്ലോണം വിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളൊരു 20,000 രൂപ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് ഞാൻ മേടിച്ചു. പക്ഷെ അത് നല്ലോണം വിൽക്കാൻ കഴിഞ്ഞ സമയത്ത് ഞാൻ പതിയേട്ടൻ ഭാനു സാറിനോട് ചോദിച്ചു, ഞാൻ 1,00,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കട്ടെ സാറേ വെച്ച്. അപ്പം ചോദിച്ചു, അപ്പം ഭാനു സാർ പറഞ്ഞു അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല, വെല്ലി സാറ് ചീത്ത അറിയോ, 50,000 വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മളെ സിസ്റ്റം അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റും സാറേ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി, എനിക്ക് എനിക്ക് പിന്നെ അത് ഒരു ബാധ്യതയാവാൻ പാടില്ല, ലീഡേഴ്സ് പറഞ്ഞിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊരു കോൺഫിഡൻസോട് കൂടി തന്നെ പ്രതിയാട്ടെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ 1,00,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്ത്. പക്ഷെ ഇന്നിപ്പം ഭയങ്കര സങ്കടം, അന്ന് 1,00,000 എടുത്തതിന് ഒരു ഓർഡർ ഫോം പോലും കമ്പനി നമുക്ക് വെറുതെ തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ആ 1,00,000 പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഇന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പോലും 1,00,000 പ്രൊഡക്റ്റ് എടുത്താൽ ഒരു 7,500 രൂപേന്റെ ഫ്രീ പ്രൊഡക്റ്റും കമ്പനി തരുന്നുണ്ട്. കൂടാതെ 45,000 ലെഫ്റ്റും റൈറ്റും കയറുകയാണെങ്കിൽ ഒരു 4,050 രൂപ ഇങ്കായിട്ടും വരും. അതേപോലെ തന്നെ 1,00,000 നല്ലോണം റീറ്റെയിൽ ആയി വിട്ട ആളാ ഹസ്ബൻഡ്, 1,00,000 എടുത്തിട്ടുണ്ടെങ്കിൽ 40,000 റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 1,00,000 മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 55,000 സംതിങ് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കിട്ടുക. ഏത് ബിസിനസ്സിലാണ് ഞങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് എത്രയും നഷ്ടം ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ബിസിനസ് പോലും ഇങ്ങനെ നമ്മൾ ഇറക്കിയ പൈസക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ 25,000 കൊടുത്തിട്ടാണ് ഞങ്ങളെ തുണിക്കട ഒഴിവാക്കിയെങ്കിൽ ഇന്നിപ്പോ കുറെ തുണി എടുത്ത് ഒഴിവാക്കേണ്ടി വിറ്റൊഴിക്കേണ്ടി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിൽ 1 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും നമുക്ക് എടുത്ത് കളയേണ്ടി വരുന്നില്ല. 3 വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാനുള്ള അവസരം ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് സ്റ്റോക്ക് ഇന്നിപ്പോ നിങ്ങളെ ഈ ഒരു ടീമിലുള്ള ആളുകളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഒരു 35,000-ന്റെയോ 50,000-ന്റെ സ്റ്റോക്ക് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ഞങ്ങൾ 1,000-നും 500-നും 2,000-നും ഒക്കെ കൊടുത്ത ആളുകളൊന്നും ഞങ്ങളെ കൂടെ ഇല്ല. പക്ഷെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഒരു 35,000-ന്റെ 50,000-ന്റെ 1,00,000-ന്റെ സ്റ്റോക്ക് എടുത്ത ആളുകളൊക്കെ ഇന്നിപ്പോ നല്ല റാങ്കിൽ STC വരെ എത്തിയ ലീഡേഴ്സാണ് നമ്മളെ കൂടെ ഉള്ള. അവരൊക്കെ നല്ലോണം സ്റ്റോക്ക് എടുത്ത് വന്ന. കാരണം ഈ ഒരു ഷോക്കേസിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഉള്ളിലൊരു എന്താ പറയുക, ഒരു കാളിച്ച ഉള്ളിൽ എന്താ, അയ്യോ ഇതും കൊണ്ട് ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നില്ല അന്നപ്പോ അവർ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിക്കോളും. അത് നമ്മളെ ഹോം മീറ്റിങ്ങുകളും ടീം മീറ്റിങ്ങുകളും 2 ഭാഗം വെള്ളിയാഴ്ച ക്ലോസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഭാഗം കൂട്ടിയിരുത്തിയിട്ട് നമ്മളെ ലീഡേഴ്സ് നമുക്ക് ടാർഗറ്റ് ഒക്കെ തരുന്നുണ്ടാവും. ഞങ്ങൾക്കിപ്പോ ആഴ്ചയിൽ 5,00,000 രൂപയാണ് എന്റെ ടാർഗറ്റ്. പക്ഷെ നമ്മൾ വിചാരിച്ചു അയ്യോ 5,00,000 ഞാൻ എങ്ങനെ ഉണ്ടാക്കും ദൈവമേ ഒരാഴ്ച കൊടുക്കുന്നു. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ടീമുണ്ട്, ആ ടീം ഉണ്ടെങ്കിൽ അത് അവരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു സിൽവറിന് 5,000 രൂപയെങ്കിലും ആഴ്ചയിൽ ലെഫ്റ്റും റൈറ്റും കയറുന്ന ലെവലിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. അവരെ ഇൻകം മുടക്കാത്ത ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ നിങ്ങൾ ഓരോരോ ബ്രോൺസിനെയും സിൽവറിനെയും സ്റ്റാറിനെയും ഒക്കെ മാറ്റി നോക്കി പിന്നെ അവര് നിങ്ങളെ വിളിക്കും, സാറേ നമുക്ക് ഇൻകം എവിടേക്കാ പോകേണ്ടി, എവിടേക്കാ ഇതുള്ള ലെവലിൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും ഇൻകം മുടങ്ങാത്ത ലെവലിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് നമ്മളൊരു 5 Cകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം നമുക്ക് വേണ്ടിയത് കോൺഫിഡൻസാണ്. ആത്മവിശ്വാസം ഇല്ലാതെ നമുക്ക് ഇതിൽ കൂടി ഒന്നും നേടാൻ പറ്റില്ല. ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്, ശ്രദ്ധ. കാരണം ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കുറച്ച് ചിലപ്പോൾ 1,00,000-ന്റെ പ്രൊഡക്റ്റോ 50,000-ന്റെ പ്രൊഡക്റ്റോ ഒക്കെ വാങ്ങി വെച്ച് നമ്മൾ പിന്നെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യണം. നമ്മളെ ലീഡേഴ്സ് പറയാം GTSന് പോകണം, ട്രെയിനിങ്ങിന് പോകണം, RTPക്ക് പോകണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പഠിക്കാൻ തയ്യാറാവണമെങ്കിൽ പഠിക്കാൻ തയ്യാറായേ തീരൂ. പഠിച്ചാലേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നാളുകളിൽ വലിയൊരു ടീം ഡെവലപ്പായി വരുമ്പോൾ ലീഡറായ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു വിലയും ഉണ്ടാകും.
കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഭവാനി സാറിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വളവളാന്ന് വർത്താനം പറയും, പക്ഷെ എനിക്ക് ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല സാറേ, എനിക്ക് ഈ ടീം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞെന്താ വെച്ചാൽ ട്രെയിനിങ്ങും മീറ്റിങ്ങും ആണ് ശ്രീ ചേച്ചി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം വെച്ചാൽ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പാനയും ഒരു ഡയറിയും നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. സുദീർഘമായ ഓർമ്മശക്തിയേക്കാൾ നല്ലത് ഒരു പാനയാണെന്നറിയും. കാരണം അത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നിപ്പോ 6 ഡയറി ഉണ്ട്. 2017 ഐഡിയ അടിച്ചത്, പക്ഷെ 18-19 കാലത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഓരോരോ വർഷം ഓരോ ഡയറി. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന, ചിലപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ എനിക്ക് 5 Cകളൊക്കെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്ക് കിട്ടി. അതൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ ഡയറിയിൽ പകർത്തി വെച്ചിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഓരോരോ ആളുകൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നത്. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ വേണം. ശ്രദ്ധയോടുകൂടി നമ്മൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ ചിന്താഗതികളൊന്നും പറ്റില്ല. ചില പെണ്ണുങ്ങളാകുമ്പോൾ അടുക്കളയിലെയും മക്കളെയും കാര്യങ്ങളൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നുമില്ലാതെ ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മളത് വീക്ഷിച്ചിട്ട് നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. അടുത്തത് കറേജ് ആണ്, മൂന്നാമത്തെ ഒരു കാര്യം. കറേജ് എന്ന് പറയുന്നത് ധൈര്യം വേണം. ധൈര്യം വേണമെന്ന് പറയാൻ കാരണം, ഇങ്ങനെ സംസാരിക്കാൻ 4 ആളുകളെ മുന്നിൽ മുട്ട് വരയ്ക്കാതെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ധൈര്യം കൂടിയേ തീരൂ. അതുമല്ല, നമ്മളെ പ്രൊഡക്റ്റ് ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ വുമൺ കമ്പാനി ഉദാഹരണം ഞങ്ങൾ അതാണ് കൊടുത്തത്. ഉള്ളിലേക്ക് കഴിക്കുന്ന സമയത്ത് ചില ശരീരത്തിന് അത് അധികരിക്കും. അത് ഇവർ പറയൂല. പറയാതിരുന്നാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാ. അപ്പൊ ചിലർ പറയും അധികരിക്കെങ്കിൽ ഞാനത് കുടിക്കൂല എന്നാണ് അവർ കുടിക്കാതെ ഒഴിവായിരുന്നു. അത് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മൾ ആയുർവേദ ആയതുകൊണ്ട് ഇപ്പൊ ഒരു വസൂരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ അമർന്നു പോവുക ചെയ്യുക. അതേസമയം നമ്മളൊരു ഹോമിയോ കൊണ്ടുപോയി കാണിക്കുന്നെങ്കിൽ മൊത്തം പൊന്തിയിട്ടാണ് അത് ഉണങ്ങുക. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായാൽ മതി. അത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണം. ഞാൻ വുമൺ കമ്പാനിയും കൊടുത്ത് ഇവരതൊന്നും, എന്റെ ഒരു അസോസിയേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് പറഞ്ഞില്ല. ലേഡി അത് കുടിച്ച് 3-ാമത്തെ ദിവസം പീരീഡ്സ് ആയി. പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത്, നിങ്ങൾ എന്ത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് അവള് ആകെ ബോധം കെട്ട് വീണോ, ഓവർ ബ്ലീഡിങ് ആയി, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം, പോലീസ് സ്റ്റേഷനിലേക്ക് വന്നി. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കേസ് കൊടുക്കാൻ പോകുക. അതൊക്കെ എന്റെ ദൈവമേ, 5 വർഷം മുന്നേ ഞാൻ ആകെ പേടിച്ച്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്റെ ഞങ്ങളെ ബെന്നി സാർ എപ്പോഴും പറയാറുണ്ട് നമ്മളെ, ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇന്റെ നമ്പർ കൊടുത്തോളി, ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ എന്നുള്ള ധൈര്യം നമ്മളെ ലീഡർ എപ്പോഴും നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ ഏത് സ്റ്റേഷനിലേക്കാണോ സാറേ വരണ്ടേ, ഞാൻ വന്നോളാം. ഇന്ന് വരെ ഞങ്ങളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായില്ല എന്നുള്ള ലെവലിൽ സംസാരിച്ചപ്പോൾ അയാൾ ആയിക്കോട്ടെ ഞാൻ വിളിക്കും പറഞ്ഞ് ഞാൻ ഒന്ന് വരട്ടിയിട്ട് പോയി. എനിക്കൊരു ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ആദ്യമായിട്ട് കേൾക്കല്ല ഇങ്ങനെ ഒരു നെഗറ്റീവ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ലേഡി വിളിച്ച്, ശ്രീജേച്ചി ക്ഷമിക്കണം, ഹസ്ബൻഡ് ഏതോ ആൾക്കും ഉണ്ടാവും, ഹസ്ബൻഡിന്റെ സമ്മതം ഇല്ലാതെ പോലും അവർ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇങ്ങനെ കേട്ട സമയത്ത് ഏതൊരു ആണുങ്ങളായാലും നമ്മൾ അതേ പറയൂ. പക്ഷെ അവർ ക്ഷമയൊക്കെ ചോദിച്ചു പോയി എന്നുള്ള. അപ്പൊ ആ ഒരു കറേജ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു ബിസിനസ് വരുമ്പോൾ പറയണം, കാര്യങ്ങൾ തുറന്നു പറയണം, ഒന്ന് അധികരിക്കും. അതാണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്നുള്ളത്. അടുത്തതാണ് കോൺക്രീറ്റ്. ഇപ്പൊ 4-5 വർഷമായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കോൺക്രീറ്റ് പോലെ ഉറച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഭവാനി സാറ് നിർത്തി പോയിക്കോളി ശ്രീജേച്ചി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയും, സാറ് നിർത്തിക്കോളി, ഞാൻ നിർത്തൂല, ഞാൻ ഈ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ട്. അപ്പൊ നമ്മളെ എങ്ങനെ പൊട്ടിച്ചാൽ പോലും എന്താരും നെഗറ്റീവ് പറഞ്ഞു, എനിക്കിനിയിപ്പോ ആരും, ഇപ്പൊ നമ്മൾ തുടക്കക്കാർക്ക് നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ കൊടുക്കണം. പക്ഷെ എനിക്കിനി ആരും മോട്ടിവേഷൻ തരണം, ഞാൻ ഓട്ടോമാറ്റിക്കലി മോട്ടിവേഷൻ ആയി മാറി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എനിക്കറിയാം ഇതിന്റെ സാധ്യത, അറിയാം, എല്ലാം അറിയാം. ഞാൻ ഒരു നിമിഷം പോലും നെഗറ്റീവായി പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, കോൺക്രീറ്റ് പോലെ ഉറച്ചു പോകും നമ്മളെ ആ ഒരു ഉള്ള്. അങ്ങനെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഒരു സി ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്ഥിരതയിലേക്ക് മാറുക ചെയ്യാം. നമ്മളെ ജീവിതം ഉറച്ചതായി മാറണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണം, കോൺഫിഡൻസ് വേണം, കറേജ് വേണം. അപ്പൊ നമ്മൾ ആ ഒരു സ്ഥിരതയിലേക്ക് എത്തുന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇതിന്റെ ABCD അതൊക്കെ നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞിരുന്ന സമയം ഓവർ ആയിട്ടുണ്ട്. ABCD മനസ്സിലാക്കണം, ആറ്റിറ്റ്യൂഡ്, നല്ലൊരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ ബിലീഫ്, എല്ലാത്തിലും വിശ്വാസം വേണം. പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, കമ്പനിയിൽ വിശ്വാസം വേണം, മാനേജ്മെന്റിലും കമ്പനി മാനേജ്മെന്റിലും നമ്മളെ ലീഡേഴ്സിലും നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം എന്നുള്ളതാണ്. അടുത്തൊരു സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്. ഒരു എന്താ പ്രതിബദ്ധതയോടുകൂടി, കമ്മിറ്റ്മെന്റോടുകൂടി ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. D ആണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ. നമ്മളെ ലീഡർ എന്താണോ പറയുന്നത്
ഇപ്പൊ ഒന്ന് കിണറിൽ ചാടണം എന്ന് പറഞ്ഞാൽ ഞാൻ ചാടും. കാരണം അത് ഉമ്മർ സാറും പറയാറുണ്ട്, എന്റെ ലീഡർ പറഞ്ഞാൽ ഞാൻ ചാടലുണ്ട്. അതേപോലെ തന്നെ ഞാനും പറയാറുട്ടോ. അവിടെ ചാടി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, തിരിഞ്ഞു നോക്കിയിട്ട് സാർ എന്തിനാ ചാടാൻ പറഞ്ഞത്. അത്ര അനുസരണയുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് സാറിന്റെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒന്നും അറിയില്ല. എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ പറഞ്ഞാൽ അനുസരിക്കണം, അല്ലെങ്കിൽ സ്വന്തം ഐഡിയയിൽ പോകണം. എനിക്ക് സ്വന്തം ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലീഡർ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ അത് ഒപ്പിയെടുത്ത് എന്നോട് പറയും, നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് ചേച്ചി. കാരണം വെച്ചാൽ സാറ് എന്റെ സ്റ്റേജിലേക്ക് കയറാൻ പോകുമ്പോൾ പുറകുന്ന് എന്നോട് ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു തരും, ഇതും ഇതും അതും ഇതൊക്കെ അവിടെ പറയണ്ടോന്ന്. പക്ഷെ അത് അതേപടി അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല ലെവലിൽ മുന്നോട്ട് പോകാണ്ട്. അഞ്ചാമത്തെ ഒരു സംഭവമുണ്ട്, ഈ ഈഗോ. അതൊരിക്കലും പാടില്ല. എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ എന്താ പറയാ, ഫലം കായ്ക്കുന്ന വൃക്ഷം എപ്പോഴും തലകുണിക്കാറാണെന്ന് പതിവ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും തലകുനിച്ചു കൊടുക്കുക. നമ്മൾ അസോസിയേറ്റ് ആയി വരുന്നവരെന്തൊക്കെയോ നമ്മളെ പറയും, ലീഡർ ഞാൻ ചെയ്തിട്ടല്ലേ ഓൾ ഇൻകം വാങ്ങുന്നത്, അങ്ങനെ ഇപ്പൊ വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മിണ്ടരുത്. നമ്മൾ അനീസ് സാർ പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും കമാന്നൊരക്ഷരം മിണ്ടരുതെന്ന്. കാരണം നാളുകളിൽ അവരൊരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കും കിട്ടും അവരുടെ ടീമിൽ നിന്ന്, അത് ഉറപ്പാണ്, 100%. ഇപ്പൊ വരമ്പത്താ കൂലി എന്ന് പറയുമ്പോൾ തന്നെ അത് അവരുടെ ടീമിൽ നിന്ന് കിട്ടിക്കോളും. നമ്മൾ അസോസിയേറ്റ്, ഞാൻ ഇന്ന് വരെ എന്റെ ലീഡേഴ്സിന് ഒരു ഒരു കാര്യത്തിന് പോലും എന്താ പറയാ, ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പറയില്ല. എനിക്കറിയാം അവരുടെ സിറ്റുവേഷൻ. നമുക്കൊരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യന്മാരെയാണ് നമ്മൾ നട്ടു വളർത്തുന്നത്. പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ കേട്ടിട്ട് അവരോടൊന്നും മിണ്ടാൻ പാടില്ല. ഒന്നും മിണ്ടാതെ നമ്മൾ ഒരു കാര്യം മിണ്ടണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലിലേക്ക് പോകാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം 1-2 വർഷം എടുത്തിട്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം. ബിൽഡ് എ ടീം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യമാണ്, മെയിൻറ്റെയിൻ ദ ടീം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രെയിൻ ദ ടീം. ടീമിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് വർക്ക്ഷോപ്പുകൾ വെച്ചിട്ട്, ടെക്നിക്കൽ വർക്ക്ഷോപ്പും പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പും നിർബന്ധമായിട്ടും ഒരു DTC ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഓരോരോ ടെക്നിക്കൽ, അത് 10-12 ആളെ വെച്ചിട്ട് പഠിപ്പിച്ചിറക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഞങ്ങളെ എന്റെ ടീമിൽ ഒരുപടി ലീഡേഴ്സ്, ഏകദേശം 54ഓളം TC ആൻഡ് അബോ ലീഡേഴ്സ് ഇന്ന് പാർട്ടീസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി 10 മണിക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ എന്റെ സതീഷ് സാറൊക്കെ അവർ പ്ലാൻ പറയുന്നതാണ് ഞാൻ കേൾക്കുക. ഞാൻ അടുക്കളയിൽ ഇരുന്ന് മീൻ മുറിക്കുന്ന സമയത്താണെങ്കിൽ എന്റെ അസോസിയേറ്റ് ആയ ലീഡേഴ്സ് അവിടെ പുറത്തു പോയി പണിയെടുക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് ഒരു കഴിവും വേണ്ട. എന്റെ കൂടെ വന്ന 2 ലെഫ്റ്റും റൈറ്റും ഉള്ള ആളുകൾ ആ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഇരുന്ന് മീൻ മുറിച്ചാലും നമ്മളെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്നതിന്റെ ഗുട്ടൻസ് അതാ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് അസറ്റ് ബിൽഡ് ചെയ്യാനാണ്. ഇന്നിപ്പോ നമ്മളെ ബെല്ലി സാർ ആണെങ്കിലും നിങ്ങളുടെ ടീമിലെ ബിജു സാർ, ITC ബിജു സാറ്, അതേപോലെ തന്നെ അനീഷ് സാർ, അനൂപ് സാർ, മുബീൻ സാറിന്റെ ഒക്കെ ഇൻകം എന്ന് പറയുന്നത് 1 കോടി ഇൻകം. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. കാരണം നാളുകളിൽ നമുക്കും അത് കിട്ടിയിട്ട് നമ്മളും ലെവല്, ഞാൻ എപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ സ്വപ്നങ്ങളാണ്. ഇന്നിപ്പോ NTC ആകുമ്പോഴേക്ക് ഇന്റർനാഷണൽ ടൂറൊക്കെ കൊണ്ടുപോകുന്നു കേക്ക്. അതൊക്കെ ഞാൻ ഗൾഫ് രാജ്യമൊന്നും ഒരിക്കലും സ്വപ്നം കണ്ടില്ല കേട്ടോ. അതൊന്നും എനിക്ക് നടക്കാത്ത സ്വപ്നമാണ്. അതെനിക്ക് ആഗ്രഹവും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒന്നും. പക്ഷെ ഇന്നിപ്പോ ഞാൻ പിന്നെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഏകദേശം ഒരു 29 ലക്ഷം ബിസിനസ് വോളിയോടെ ഉണ്ടെങ്കിൽ NTC എന്ന് പറഞ്ഞ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്കൊക്കെ മാറാൻ ദൈവം സഹായിച്ച് നല്ലൊരു ടീം എനിക്ക് ആയി വന്നിട്ടുണ്ട്. അത് ആ ടീമിനെ നല്ല രീതിയിൽ തളർത്താതെ നിങ്ങൾ വളർത്തി കൊണ്ടുപോകുക എന്നുള്ളത്, നമ്മളെ മക്കളെ പോലെ തന്നെ കഴിയെങ്കിൽ നിങ്ങളെ വീടുകളിൽ വെച്ചിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു ചായയും സ്നാക്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നിപ്പോ ദൈവം സഹായിച്ച് ആ ഒരു വീട് ഞാൻ ആഗ്രഹിച്ചൊരു വീട്, ഒരു അപ്സ്റ്റെയർ വീട്ടിൽ 7-6ലാണ് നല്ലൊരു, ഞാൻ ആഗ്രഹിച്ചൊരു ലെവലിലേക്ക് എനിക്ക് മാറാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോ എന്റെ STC എന്റെ അബോ ലീഡേഴ്സിനൊക്കെ എല്ലാ മാസവും ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ, നമ്മളെ ഒരു ലെവലിൽ നമ്മളൊരു ചെലവിൽ അവർക്കൊക്കെ ഒരു ഭക്ഷണം കൊടുത്ത് പിരിയാന്നല്ലേ, അതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം. പക്ഷെ എന്താ, ദൈവം സഹായിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ ദൈവം ഉണ്ടാവും എന്നുള്ളത് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി എനിക്ക് എന്റെ അടുത്തൊരു ആഗ്രഹം ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ഇന്നിപ്പം വെല്ലി സാറ് പറയും 7000 പോയി 10,000 10,000 12,000 സ്ക്വയർ ഫീറ്റ് വീടാ നമ്മളെ ഗ്രേറ്റ് ലീഡർ വെക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ കിട്ടിയ ആ ഒരു ഐഡിയ തന്നെയാണ് നമുക്കും കിട്ടിയത്. ആത്മാർത്ഥതയോടുകൂടി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലെവലിലേക്ക് ഇതിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇതൊരു ക്യൂ ആണ്. ഈ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഉന്തും തിക്കും തള്ളും ഒക്കെ കിട്ടേണ്ടി വരും. പക്ഷെ അതൊക്കെ എന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ക്യൂ അതിന്റെ വഴിക്ക് പോകും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആ മുന്നിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഒരാളും സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ
നമ്മൾ ഈ നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും ഒരു എണ പോലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക. ചിലപ്പോൾ അസോസിയേറ്റിന്റെ തള്ളുണ്ടാവും, ലീഡറെ വലിയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് നിങ്ങൾക്കൊക്കെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. ഇന്നിപ്പോ 1,30,30,000 വരെ എനിക്ക് നേടാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ വന്നേരം നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ 38 വർഷം പണിക്ക് പോയപ്പോൾ കാരണം ഒരു രൂപ പോലും സമ്പാദിക്കാൻ പറ്റിയില്ല. പക്ഷെ 5 വർഷമായിട്ടുള്ള ഒന്ന് മൈ ലൈഫിൽ വന്നിട്ട് ഇപ്പൊ ഒരു വണ്ടി, ഫസ്റ്റ് എടുത്ത വണ്ടിയാണ് ഞങ്ങളൊരു ഒരു ആക്റ്റീവ് വണ്ടി, 2-3 സ്മാർട്ട് ഫോണൊക്കെ ഇതിൽ വന്നേരം ഞാൻ കാണുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 30,000 രൂപേന്റെ ഫോണാണ് ഞാൻ ഇന്നിപ്പോ ഉപയോഗിക്കുന്നത്. അപ്പൊ നാളെ ഫോൺ കിടക്കായ സമയത്ത് അതിന്റെ പാർട്സിന് തന്നെ ഭയങ്കര 5,000 റുപ്യ. ഇപ്പൊ എന്നോട് ആവശ്യം മൊബൈൽ ഷോപ്പിൽ അയാൾ പറയാം, വില കൂടിയ ഫോൺ ഉപയോഗിക്കുമ്പോൾ വിലക്കായാൽ അതിന്റെ പാർട്സിന് വില കൂടുന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഒക്കെ എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 ഒരു കാർ മേടിച്ചു. പക്ഷെ അത് ഗിയർ മാറ്റാൻ എനിക്ക് ആവൂല. എല്ലാം കൂടി ഒരാൾ എന്നെ അത് മാറ്റി എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഞാൻ കളി എങ്ങനെ ചിരിക്കുകയും, അപ്പൊ സാറിനോട് പറഞ്ഞു, എന്നാല് ശ്രീജേച്ചിക്ക് ഞാൻ ഒരു ഓട്ടോമാറ്റിക് കാർ ആക്കി തരട്ടെ, എന്നാ ഓടിക്കോന്ന് വെച്ച്. എല്ലാ വേദികളിലും എന്നെ കളിയാക്കിയിരുന്നു. ഞാനിത് ഓടിച്ചു പോകുന്നില്ല, വണ്ടി ഓടിക്കുന്നില്ല, കാർ ഓടിക്കുന്നില്ല, ലൈസൻസ് ഒക്കെ വെച്ചിട്ട് പൂജിച്ച് വെച്ചോളാനാ പറയാ, ചന്ദനത്തിൽ വെച്ചിട്ട്. അത്രയും കളിയാക്കലുകളും പരിഹസിക്കലും ഒക്കെ കേട്ട് കേട്ട് ഇപ്പൊ സുമി മാഡത്തിനെ ഞാൻ എപ്പോഴും റോൾ മോഡൽ ആക്കല്. ആ മാഡത്തിന് വണ്ടി ഓടിക്കുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും അവരും ഒരു ലേഡി തന്നെയല്ലേ, അവർക്ക് സാധിക്കെങ്കിൽ എനിക്കെന്താ പഠിച്ചാലെന്നുള്ള ലെവലിൽ ആത്മാർത്ഥതയോടുകൂടി കോൺഫിഡൻസോട് കൂടി ഞാൻ എന്തായാലും ഭവാനി സാറിന്റെ കളിയാക്കൽ ഇനി ശരിയാവില്ല എന്നുള്ള ലെവലിൽ മാറി. കഴിഞ്ഞ മാർച്ച് 31 ഞങ്ങള് ഓട്ടോമാറ്റിക് കാറ് ഇഗ്നീസിന്റെ 8.25 ലക്ഷത്തിന്റെ ഒരു കാറ് മേടിച്ച് ഇന്നിപ്പോ ഏത് ലോകത്തേക്ക് വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാനും മക്കളെ കൂട്ടി പോകാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇതൊരു മൈ ലൈഫ് സ്റ്റൈൽ വന്നതുകൊണ്ടുള്ള മാറ്റമാണ്. ഓടിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, ഇത് ഞാൻ തന്നെയാണോ ദൈവം. അത്ര മാറ്റങ്ങൾ എനിക്ക് ഈ ഒരു ബിസിനസ് കൂടി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് എന്റെ സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളും മനസ്സിലാക്കുക. നല്ലൊരു ടീമായിട്ട് നാളുകളിലേക്ക് വെക്കാതെ ഇന്ന് പറയേണ്ടവരോട് ഇപ്പൊ തന്നെ പറയാം. ഇന്ന് തന്നെ പോയി ലിസ്റ്റ് ഇടുക. നിങ്ങൾക്ക് ലിസ്റ്റ് ഇല്ലാത്തവരൊരു 100 പേരിൽ കുറയാത്തൊരു ലിസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം. അതിൽ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ലിസ്റ്റ് ഇല്ലാത്തവർ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒക്കെ നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞിരുന്നുണ്ടാവും, ഒക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, ലിസ്റ്റ് ഇട്ടിട്ട് ഇന്ന് തന്നെ തുടങ്ങുക. നല്ലൊരു ടീം ഉണ്ടാക്കുക. 2,10,000 കണ്ടിന്യൂസ് വാങ്ങാനുള്ള ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു.